വിജയ് ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ ഫോമിലാണ് ഇതിഹാസ താരം വിരാട് കോഹ്ലി കളിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കോഹ്ലി തന്റെ പ്രകടന മികവ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നത്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറിയും രണ്ടാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയും നേടി കോഹ്ലി ആരാധകരെ ആവേശം കൊള്ളിച്ചു. ഇപ്പോഴിതാ കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു നീക്കവും ആരാധകർ ആഘോഷമാക്കുകയാണ്. ഡൽഹിയും ഗുജറാത്തും തമ്മിലുള്ള വിജയ് ഹസാരെ ട്രോഫി മത്സരത്തിനിടെ നിർണായക നിമിഷത്തിൽ തന്നെ പുറത്താക്കിയ ഗുജറാത്ത് സ്പിന്നർ വിശാൽ ജയ്സ്വാളിന് മാച്ച് ബോൾ ഒപ്പിട്ട് നൽകിയാണ് കോഹ്ലി കയ്യടി നേടുന്നത്. വെള്ളിയാഴ്ച ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസ് മൈതാനത്താണ് ഡൽഹിയും ഗുജറാത്തും തമ്മിലുള്ള ആവേശകരമായ മത്സരം നടന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിനെതിരെ തകർപ്പൻ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി തന്റെ തനതായ ശൈലിയിൽ ബാറ്റ് ചെയ്യുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മനോഹരമായ ഷോട്ടുകൾ കളിക്കുന്ന അദ്ദേഹം മറ്റൊരു സെഞ്ചുറിയിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ അവിടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഇടങ്കയ്യൻ സ്പിന്നർ വിശാൽ ജയ്സ്വാൾ എറിഞ്ഞ മനോഹരമായ ഒരു പന്ത് കോഹ്ലിയെ ക്രീസിന് പുറത്തേക്ക് വരുത്തുകയും കൃത്യമായി വെട്ടിത്തിരിഞ്ഞ് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസത്തെ കബളിപ്പിക്കുകയും ചെയ്തു. പന്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ച കോഹ്ലിക്ക് പിഴച്ചു. വിക്കറ്റ് കീപ്പർ ഉർവിൽ പട്ടേൽ സ്റ്റംപിംഗ് പൂർത്തിയാക്കിയതോടെ 61 പന്തിൽ 77 റൺസ് എടുത്ത് കോഹ്ലി മടങ്ങി. അതൊരു മികച്ച ഇന്നിംഗ്സ് തന്നെയായിരുന്നു. എന്നാൽ ആരാധകരെ സംബന്ധിച്ച് മറ്റൊരു സെഞ്ചുറിക്ക് 23 റൺസ് അകലെ നിൽക്കുമ്പോൾ കോഹ്ലി പുറത്താകുന്നത് നിരാശ പകരുന്ന കാര്യം തന്നെയാണ്. മത്സരത്തിൽ ഡൽഹി 7 റൺസിന് വിജയിച്ചതിന് ശേഷം കോഹ്ലി തന്റെ വിക്കറ്റ് എടുത്ത വിശാൽ ജയ്സ്വാളിനെ കാണാനെത്തി. ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ആ മാച്ച് ബോളിൽ കോഹ്ലി ജയ്സ്വാളിനായി ഒപ്പിട്ട് നൽകുകയും ചെയ്തു. വിശാൽ ജയ്സ്വാളിനെ പോലൊരു യുവ ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായ നിമിഷമാണ്. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് വീഴ്ത്തുക എന്നത് കരിയറിലെ തന്നെ വലിയ നേട്ടമാണ്. എന്നാൽ ആ പന്തിൽ കോഹ്ലി തന്നെ ഒപ്പിട്ട് നൽകുക എന്നത് ജയ്സ്വാളിന് ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാവുന്ന ഒന്നാണ്. 25-കാരനായ സ്പിന്നർ സോഷ്യൽ മീഡിയയിൽ തന്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. ലോക ക്രിക്കറ്റിൽ കോഹ്ലി ആധിപത്യം സ്ഥാപിക്കുന്നത് പുറത്തുനിന്ന് കണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരേ മൈതാനം പങ്കിടുക, അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുക്കുക എന്നതെല്ലാം താൻ ഒരിക്കലും യാഥാർത്ഥ്യമാകുമെന്ന് കരുതിയ കാര്യമല്ല. വിരാട് ഭായിയുടെ വിക്കറ്റ് നേടാനായത് എന്നും താൻ വിലമതിക്കുന്ന കാര്യമായിരിക്കും. ഈ അവസരത്തിനും യാത്രക്കും ക്രിക്കറ്റ് തനിക്ക് നൽകിയ എല്ലാറ്റിനും താൻ നന്ദിയുള്ളവനാണ് എന്നും വിശാൽ ജയ്സ്വാൾ വ്യക്തമാക്കി. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് 37-കാരനായ വിരാട് കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയത്. ആ തിരിച്ചുവരവ് അതിഗംഭീരമായിരുന്നു. ടൂർണമെന്റിലെ തന്റെ ആദ്യ മത്സരത്തിൽ ആന്ധ്രാപ്രദേശിനെതിരെ 101 പന്തിൽ 131 റൺസ് നേടിയ കോഹ്ലി 299 റൺസ് പിന്തുടർന്ന് ജയിക്കാൻ ഡൽഹിയെ സഹായിച്ചു. അതിന് പിന്നാലെയാണ് ഗുജറാത്തിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയത്. കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം ഡൽഹിയുടെ 7 റൺസ് വിജയത്തിൽ നിർണായകമായി മാറി. ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിൽ കോഹ്ലി തനിച്ചല്ലായിരുന്നു പോരാടിയത്. ഡൽഹി ക്യാപ്റ്റനായ ഋഷഭ് പന്ത് 70 റൺസ് എടുത്ത് നിർണായക സംഭാവന നൽകി. ഗുജറാത്തിനായി ബോളിംഗിൽ തിളങ്ങിയത് വിശാൽ ജയ്സ്വാൾ തന്നെയായിരുന്നു. 42 റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. കോഹ്ലിയെ കൂടാതെ ഋഷഭ് പന്ത്, അർപ്പിത് റാണ, നിതീഷ് റാണ എന്നിവരുടെ വിക്കറ്റുകളും വിശാൽ ജയ്സ്വാൾ സ്വന്തമാക്കി. ഡൽഹിക്ക് വേണ്ടി പ്രിൻസ് യാദവ് 37 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വെറ്ററൻ താരങ്ങളായ ഇഷാന്ത് ശർമ്മ 2 വിക്കറ്റുകളും നവദീപ് സൈനി 1 വിക്കറ്റും സ്വന്തമാക്കി. ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം കോഹ്ലി ബംഗളൂരു വിട്ടെങ്കിലും അടുത്ത മാസം ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് അദ്ദേഹം ഒരു ആഭ്യന്തര മത്സരം കൂടി കളിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഡിസംബർ 29-നാണ് വിജയ് ഹസാരെ ട്രോഫിയിലെ ഡൽഹിയുടെ അടുത്ത മത്സരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.